അസ്സലാമലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു വീഡിയോയുമായിട്ടാണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ മാങ്ങയുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിലൊക്കെ മാങ്ങയുണ്ടാവും, പഴുത്ത മൂച്ചിയൊക്കെ ഉള്ളവരുടെയൊക്കെ വീട്ടിൽ പഴുത്ത മാങ്ങ ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നല്ല അടിപൊളി രസകരമായ ഒരു ക്രീമി ഐസാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഈ ക്രീമിയായ ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയാം. വളരെ സിമ്പിളായി എന്നാൽ അടിപൊളി ടേസ്റ്റോടെ നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് നല്ല ഫ്രഷായ ക്രീമി ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്. ഇനിയിപ്പോൾ ഈ ഐസ് ഉണ്ടാക്കുന്ന സെറ്റ് പാത്രം ഇല്ലെങ്കിൽ നമുക്ക് ഗ്ലാസ്സിലൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയാം. വളരെ സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതിനായി ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മാമ്പഴമാണ് കേട്ടോ. ഇത് മൂവാണ്ടൻ മാങ്ങ പഴുത്തതാണ്. വളരെ കുറച്ച് മാങ്ങ വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ 4 മാങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ. നല്ലപോലെ പഴുത്തതല്ല, ഒരു പാകത്തെ പഴുപ്പുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ല രസകരമായ ഒരു മാങ്ങയാണിത് കേട്ടോ. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമ്മൾ നല്ല പോലെ കഴുകണം കേട്ടോ. കഴുകിയിട്ടാണ് ഇത് ചെയ്തെടുക്കുക. കാരണം ഇതിന് ചുണയുണ്ടാവും. ആ ചുണയ്ക്കൊന്ന് കഴുകിയിട്ട് പോകണം. അപ്പോൾ തൊലിയെല്ലാം ചെത്തിയതിന് ശേഷം നമ്മൾ കഴുകണം. നമ്മുടെ മുറ്റത്ത് നല്ല വൃത്തിയിൽ കിട്ടിയ മാങ്ങ തന്നെയാണ്. ഇനി നിങ്ങൾക്ക് കടയിൽ നിന്ന് കിട്ടുന്ന മാങ്ങയാണെങ്കിലും കുഴപ്പമില്ല, ഏത് മാങ്ങയാണെങ്കിലും നമ്മുടെ മക്കൾക്ക് നമുക്ക് വളരെ രസകരമായ ഐസ്ക്രീം വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിൻ്റെ തൊലികളെല്ലാം ചെത്തിയതിന് ശേഷമാണ് ഇതൊന്ന് നല്ല പോലെ ഒന്ന് കഴുകി ജ്യൂസ് അടിക്കുന്നത്. ഏത് വിധം മാങ്ങ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. നമ്മൾക്ക് ഇനിയിപ്പോൾ ഈ മാങ്ങയല്ല, വേറെ ഏത് കിളിച്ചുണ്ട മാവ്, ഏത് മാങ്ങയാണെങ്കിലും നമുക്ക് ഉണ്ടാക്കി കുട്ടികൾക്ക് ഐസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ ഐസ് എന്ന് പറഞ്ഞാൽ അത് നല്ലപോലെ ഹെൽത്തി ആയിരിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവർ ഈ കളറ് ഇതിൻ്റെ ഫുഡ് കളറൊക്കെ ചേർത്തും അതുപോലെ ഈ പൊടികളൊക്കെ വെച്ചിട്ടാണ് ഐസ് ഉണ്ടാക്കുന്നത്. ശരിക്കും ഫ്രഷ് ഫ്രൂട്ട്സ് ഒന്നും ഇട്ടിട്ടല്ല. അപ്പോൾ നമുക്ക് ഫ്രഷായ ഫ്രൂട്ട്സ് നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ ഏത് ഫ്രൂട്ട്സ് ആയിട്ടും നമുക്കിങ്ങനെ ഐസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ കുട്ടികളൊന്നും അധികമല്ല കേട്ടോ, ചെറിയ കുട്ടികളൊന്നും ഇല്ല. നമുക്കാകെ എൻ്റെ മോൻ്റെ ഒരു കുട്ടിയുള്ളൂ, അവളിവിടെ ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടാക്കിയാലും കൂടുതൽ കഴിക്കാനൊന്നും ആളില്ല. ഞങ്ങളുടെ തറവാടുണ്ട്. അപ്പോൾ അവിടെ വീട്ടിൽ അവർക്കൊക്കെ കൊണ്ട് കൊടുക്കലാണ്. ഞങ്ങൾക്ക് ഞങ്ങളൊന്നും അധികം കഴിക്കില്ല. ഐസൊന്നും നമുക്ക് പ്രായമുള്ളവർക്കൊന്നും അധികം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ആർക്കെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കലാണ്. നമുക്കിവിടെ വീട്ടിൽ ആവശ്യമൊന്നുമില്ല. എന്നാലും ഞാനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ പാത്രങ്ങളൊന്നും ഇല്ല എങ്കിലും നമുക്ക് അതിന് ഏത് പാത്രത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് നല്ല പോലെ ഒന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. നമ്മുടെ കുട്ടികൾക്ക് ഐസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിക്കാരല്ലോ. അപ്പോൾ നമ്മുടെ തൊടിയിലൊക്കെ മാങ്ങ ഉണ്ടെങ്കിൽ പഴുത്ത മാങ്ങ നമുക്ക് കഴിക്കുന്നതാണ് ഏറ്റവും ഹെൽത്തി ആയത്. കുട്ടികൾക്ക് ഇപ്പോൾ ഏത് ഹെൽത്തി ആയാലും ഐസ് ആയി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണല്ലോ. ഐസ്ക്രീം എനിക്ക് തന്നെ ഇഷ്ടമാണ് കേട്ടോ. ഞാനിപ്പോൾ പ്രായമുള്ള ആളാണെങ്കിലും എനിക്ക് ഐസ്ക്രീമൊക്കെ ഞാൻ നല്ലപോലെ കഴിക്കും. എൻ്റെ ഭർത്താവൊന്നും ശരിക്കും കഴിക്കില്ല. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒക്കെ തണുത്ത എല്ലാ ജ്യൂസുകളും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. നല്ലപോലെ കഴിക്കും കേട്ടോ. എവിടെ ചെന്നാലും കല്യാണ വീട്ടിലൊക്കെ ചെന്നാലും ഞാൻ ഐസ്ക്രീം നല്ലപോലെ കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീം. ഷുഗറൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കതൊന്നും കഴിക്കാൻ പറ്റില്ല, അതുവരെയല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഒരുപാട് ഫ്രൂട്ട്സുകൾ കൊണ്ടൊക്കെ അടിപൊളി ടേസ്റ്റുള്ള പല ഐറ്റംസും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി. നമ്മുടെ മക്കൾക്ക് നല്ല ഫ്രഷായത്, നമ്മളെ കുട്ടികൾ കടയിൽ നിന്ന് ആരെങ്കിലും കടയിലേക്ക് പോകുമ്പോഴത്തേക്ക് ഐസ് കൊണ്ടുവരുന്നുണ്ടേ എന്ന് പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ ഐസ്ക്രീം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയാൽ നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് കൊണ്ട് അവർക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് എല്ലാതും കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി. ഇത് അത്യാവശ്യം നല്ല പഴുപ്പൊന്നും ആയിട്ടില്ല കേട്ടോ, ഒരു പാകത്തെ പഴുപ്പായിട്ടുള്ളൂ. നല്ല ഒരു മധുരമുണ്ട് ഇതിനെന്നാൽ ചെറിയ പുളിയുണ്ട് കേട്ടോ. രണ്ടും കൂടിയിട്ടാണ് മൂവാണ്ടൻ മാങ്ങയാണ്.
അപ്പോൾ പിന്നെ ഇപ്പോൾ കോമാങ്ങയൊക്കെ ആണെങ്കിലാണ് നല്ല മധുരം ഉണ്ടാകുക, പുളി കുറവ്. ഇതിന് പുളിയും മധുരം കൂടി കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐസ് ഉണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഞാനിതെല്ലാം നുറുക്കിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് ഇതിലേക്ക് വെള്ളം ഒട്ടും തന്നെ നമ്മൾ ചേർത്തുന്നില്ല കേട്ടോ. വെള്ളം ഒരിക്കലും ചേർത്തരുത്. അപ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിൽ ക്രീമി പിന്നെ ഐസ് ഇത് ആയി കിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ പിന്നെ ഒഴിച്ച് കൊടുക്കുന്നത്, ഈ മാങ്ങയെല്ലാം നുറുക്കിയത് ഞാൻ മിക്സിയിലിട്ടു. ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് 1.5 കപ്പ് പാലാണ് കേട്ടോ, നമ്മുടെ തണുത്ത മിൽമയുടെ പാൽ. അപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് ഞാൻ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇത് ഒരു മീഡിയം മധുരം ഉണ്ടാവുള്ളൂ കേട്ടോ. നല്ല പോലെ മധുരം വേണമെങ്കിൽ ഒരു 3/4 കപ്പൊക്കെ പഞ്ചസാര ചേർത്തി കൊടുക്കണം. അപ്പോൾ മാങ്ങ തന്നെ അത്യാവശ്യം മധുരം ഉണ്ട്, പിന്നെ നല്ല മധുരം വേണ്ട എഴുതിയിട്ടാണ്. അപ്പോൾ 1.5 കപ്പ് പാലും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഈ പാൽപ്പൊടിയൊക്കെ ഇടുമ്പോൾ ഇതൊന്നും നിർബന്ധമില്ല കേസല്ല, എന്നാലും പാൽപ്പൊടിയൊക്കെ ഇടുമ്പോൾ നമുക്ക് ആ ക്രീമി ആയിട്ട് നമുക്ക് കിട്ടുക ഐസ്. അതിന് വേണ്ടിയിട്ടാണോ. ഇത് വാനില എസൻസ് ആണ് കേട്ടോ. വളരെ ഇത്തിരി ഒരു 2-3 തുള്ളിയേ ഉണ്ടാവുള്ളൂ കേട്ടോ. അധികം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഐസ് ടേസ്റ്റ് ഉണ്ടാവില്ല, അപ്പോൾ ഭയങ്കര കുത്തായിരിക്കും. അപ്പോൾ ഇതൊരു വളരെ ഇത്തിരിയേ ഒഴിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഈ വാനില എസൻസ് ഇല്ല ഇത് കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇവിടെ കയ്യിൽ വേറെ ഏതെങ്കിലും എസൻസ്, മാംഗോൻ്റെ എസൻസോ ഏതെങ്കിലും എസൻസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. പക്ഷേ അതിൻ്റേതായ രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാനില എസൻസ്, നല്ലൊരു ഫ്ലേവറായിരിക്കും. അപ്പോൾ നല്ല പോലെ മിക്സിയിൽ നമ്മളത് അരച്ചെടുക്കണം. ഒട്ടും തന്നെ അതിൻ്റെ കഷ്ണങ്ങളില്ലാതെ നല്ല പോലെ നൈസായി അരച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കട്ടി എന്ന് പറയുന്നത് ഞാൻ ഈ കാണിക്കുന്നുണ്ടല്ലോ, ഈ കട്ടിയിൽ വരണം, വെള്ളം പോലെ ആവരുത്. അപ്പോൾ നമ്മുടെ ഐസ് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയുള്ള പിന്നെ ജ്യൂസായി കണ്ട് ഇത് അടിച്ചെടുക്കണം കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല ഒരു ഭംഗിയുള്ള കളറാണ്, കഴിക്കാൻ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ പാൽപ്പൊടിയൊക്കെ ഇട്ട് അടിച്ചതുകൊണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഈ ഒരു പാത്രത്തിലാണ് ഇത് സെറ്റ് ചെയ്യാൻ പോകട്ടോ. ഇത് ഐസ് ഉണ്ടാക്കുന്ന പാത്രം തന്നെയാണ്. ഇതിൻ്റെ മൂടി എൻ്റെ അടുത്ത് നിന്ന് മുഴുവനായിട്ടില്ല കേട്ടോ, 2-3 മൂടിയൊക്കെ ഉള്ളൂ. മൂടിയില്ലാത്തതിന് ഞാൻ ഐസിൻ്റെ കോലുണ്ട് ഇവിടെ, അത് കുത്തി കൊടുക്കട്ടോ. അത് നമ്മൾ ചോക്കോബാറൊക്കെ കൊണ്ടുവന്ന കോലുണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ഉണ്ടെങ്കിൽ അത് എടുത്ത് കുത്തി കൊടുത്താലും മതി. അപ്പോൾ ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് ഈ ഓരോ കുഴിയും നമ്മൾ ഫുള്ളായിട്ട് ഏകദേശം നിറഞ്ഞ് നിൽക്കരുത്, ഏകദേശം ഒരു 1/4 ഭാഗത്തിലേറെ എറിയും പോലെ നിറച്ച് കൊടുക്കുക കേട്ടോ. ഓരോന്നിലേക്കും നിറച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു ഐസ് സെറ്റ് ചെയ്യാൻ പറ്റും. അത് എന്നിട്ട് നമ്മൾ നല്ല ഫ്രീസറിൽ നല്ല പെട്ടെന്ന് നല്ല ഫുള്ളിലിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്കൊരു 4-5 മണിക്കൂർ കൊണ്ട് തന്നെ സെറ്റായി കിട്ടും. അതല്ല എങ്കിൽ പിന്നെ ഒരു ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേന്ന് എടുത്താലും മതി. ചില ഫ്രീസറിൽ ഞങ്ങളുടെ ഫ്രിഡ്ജിലൊക്കെ 2-3-4 മണിക്കൂർ കൊണ്ട് തന്നെ സെറ്റായി കിട്ടും കേട്ടോ. നല്ല ഐസായി വരും പെട്ടെന്ന് തന്നെ, ഫുള്ളായിട്ട് നമ്മൾ ഫ്രീസർ കൂട്ടി കൊടുത്താൽ. അപ്പോൾ ഇത് ഞാൻ എല്ലാത്തിലും ഇങ്ങനെ ഏകദേശം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പിന്നെ ഇതിൻ്റെ മൂടി തന്നെയാണ് ഇതിൻ്റെ കോലിട്ടോ. ആ മൂടി പിന്നെ ഇതെല്ലാത്തിൻ്റെ ഇല്ല, 2-3-4 ഉള്ളൂ, ബാക്കിയൊക്കെ എൻ്റെ അടുത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ഇത് വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇപ്പം തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. പിന്നീട് നമുക്കതിൽ കോല് കുത്തി കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഐസ് വെക്കുമ്പോൾ തന്നെ ഇതിലിങ്ങനെ ഈ കോല് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് 4 അപ്പോൾ എനിക്ക് 4 ഇനി വെക്കാൻ കോലില്ല. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇത് ഐസ്ക്രീമിൻ്റെ കോലുണ്ട്, അത് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ അതല്ലെങ്കിൽ നമ്മൾ ചോക്കോബാറിൻ്റെ ഒക്കെ കോലുണ്ടാവില്ല. അപ്പോൾ നമ്മളെ വീട്ടിലിങ്ങനെ എൻ്റെ മോളിങ്ങനെ പല കൗശലങ്ങളും ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഓരോ വർക്കുകളൊക്കെ ചെയ്തുണ്ടാക്കി വെക്കും. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ ഐസ്ക്രീമൊക്കെ ചോക്കോബാറൊക്കെ കൊണ്ടുവരുമ്പോൾ ഞാൻ എടുത്ത് വെക്കുന്ന കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പിന്നെ മൂടിയില്ലല്ലോ, മറ്റതിന് മൂടിയുണ്ട്. അപ്പോൾ മൂടിയില്ലാതെ വെക്കുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വെള്ളം എങ്ങാനും ഉറ്റിപ്പോയാലൊക്കെ നമ്മുടെ ഇത് ചീത്തയായി പോകില്ലേ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ബട്ടർ പേപ്പർ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ഫോയിലിൻ്റെ പേപ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ബട്ടറിൻ്റെ പേപ്പർ എടുത്ത് കട്ട് ചെയ്തിട്ട്, നമുക്ക് ഫുഡിനൊക്കെ പൊതിയുന്ന ബട്ടർ പേപ്പർ ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇനി അതിൻ്റെ നടുക്കായിട്ട് നമ്മളൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നാലുള്ള നമുക്ക് ഈ കോല് അതിലേക്ക് കുത്തി കൊടുക്കാൻ പറ്റുക. അപ്പോൾ ജസ്റ്റ് കത്രിക വെച്ചിട്ട് അതൊന്നൊരു കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇറക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കോല് അതിൽ ഈ ഐസ് കട്ടാകുമ്പോഴത്തേക്ക് സെറ്റായി വരും കേട്ടോ. നല്ല സെറ്റായിട്ട് തന്നെ കിട്ടും. വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ മക്കൾക്ക്. നമുക്കതിലും ഐസൊക്കെ താല്പര്യമുള്ളവർക്ക്. ഇനി ബാക്കി കുറച്ചും കൂടി ജ്യൂസ് ബാക്കിയുണ്ട് കേട്ടോ. അതിപ്പോൾ ഞാൻ ഇങ്ങനെ ഗ്ലാസ്സിലാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിലേക്കും ഇതേപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒരു നടുക്ക് ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു
ഇതേപോലത്തെ ഒരു സ്പൂണാണ്, ഐസ്ക്രീമിൻ്റെ സ്പൂണാണ് കേട്ടോ. ഇതാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയും സെറ്റ് ചെയ്തിട്ട് ഇതും അതേപോലെ, ഇത് വേറെ ഒരു റൗണ്ടായിട്ട് കിട്ടും, മറ്റേത് നല്ല ഐസിൻ്റെ രൂപത്തിലും കിട്ടും. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇത് ഫ്രീസറിൽ വെക്കാൻ പോവാണ് കേട്ടോ. ഞാൻ എന്തായാലും ഒരു 6 മണിക്കൂർ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുറത്ത് നമ്മൾ അടുക്കളയിലൊക്കെ ചെന്നപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടികളെ നല്ല കളിയാണ്. ഒരു ബക്കറ്റിലൊക്കെ കയറിയിരുന്ന് നല്ല കളിയാണ്. അവർ നല്ല ഓടിക്കളിയും എന്താ കളി അറിയും. ഇവിടെ നിറച്ച് പട്ടികളുണ്ട്. അപ്പോൾ നമ്മുടെ പുറത്ത് അടുക്കളയിൽ നിന്ന് ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല പൂച്ചക്കുട്ടികളെയും കൊണ്ട് പുറത്തിറങ്ങിയ പട്ടി പിടിക്കും. അപ്പോൾ അതങ്ങനെ അതിനൊരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമ്മുടെ 5-6 മണിക്കൂറിന് ശേഷം നമ്മുടെ ഐസെല്ലാം സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാനിത് കാണിക്കാൻ പോകുന്നത്, നമ്മൾ ഐസാക്കി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ആ പാത്രത്തിൽ നിന്ന് അത് വിട്ട് കിട്ടാൻ വേണ്ടി അടിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുമല്ലോ. അപ്പോൾ ഈ പേപ്പറൊക്കെ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് കിട്ടും കേട്ടോ. അത് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളത്തിൽ ഇത് നല്ലപോലെ അടിഭാഗം ഒന്ന് മുക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ മുക്കി കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് അടർന്ന് പോകുന്ന കിട്ടുക. അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ പൈപ്പിൻ്റെ ചോട്ടിലൊക്കെ ഒന്ന് കാണിച്ചാൽ മതി. പൈപ്പ് ഒന്ന് തിരിച്ച് വെച്ചിട്ട് പിന്നെ വെള്ളം വരുന്ന പൈപ്പുണ്ട്, ടാപ്പ് പലതും പറയും ചിലർ, ഞങ്ങളിവിടെ പൈപ്പ് എന്ന് പറയും, ചിലർ ടാപ്പ് പറയും. അപ്പോൾ അതിൻ്റെ ചോട്ടിലൊന്ന് കാണിച്ചു കൊടുത്താലും മതി. നമ്മളിപ്പോൾ ചിക്കനും ബീഫൊക്കെ കട്ടയായി കഴിഞ്ഞാൽ നമ്മൾ ആ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടാൻ വെള്ളത്തിൽ ഒന്ന് വെള്ളമാക്കി കൊടുത്താൽ പെട്ടെന്ന് കിട്ടുമല്ലോ. അതുപോലെ തന്നെ ഇതും പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ആ വെള്ളത്തിൽ അങ്ങനെ കാക്കി ഒറ്റൊരു മിനിറ്റ് മതി അതൊന്ന് ശരിയായി കിട്ടാൻ. ഇതാ നല്ല പോലെ വൃത്തിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഐസ് നല്ല വൃത്തിയായി കണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് പോരാത്തത് ഒന്നും കൂടി ജസ്റ്റ് നമ്മളൊന്ന് വെള്ളം നനച്ച് കൊടുത്താൽ മതി കേട്ടോ. തണുത്ത പച്ചവെള്ളം, സാധാ നോർമൽ പച്ചവെള്ളം തന്നെ നനച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ക്രീമി ഐസ് ഇവിടെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല രുചികരമായ ക്രീമി ഐസ്ക്രീമാണ്, അല്ല ഐസ്ക്രീമല്ല സോറി ഐസാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഫ്രഷായിട്ട് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ചിലത് എടുക്കുമ്പോൾ പെട്ടെന്ന് പോരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും കൂടി നനച്ച് കൊടുക്കുക. വെള്ളം കൊണ്ട് നനച്ച് കൊടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് കിട്ടും കേട്ടോ. ഇത് ആ 4 മാങ്ങ കൊണ്ട് തന്നെ ഒരുപാട് ഐസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറേ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി മാങ്ങ കൂടുതലെടുത്താൽ മതി. അപ്പോൾ ഞാൻ 2 എണ്ണം ഇങ്ങനെ കിട്ടാനൊരു കുറച്ചുകൂടെ ബുദ്ധിമുട്ടായപ്പോൾ അതൊന്നും കൂടി ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുത്തപ്പോൾ പെട്ടെന്ന് കിട്ടാം കേട്ടോ. നല്ല ഫിനിഷിംഗ് ആയി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂടി കേട്ടോ. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ മാംഗോ ഉപയോഗിച്ചുള്ള ഈ ഐസ് നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൊണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നമ്മുടെ മക്കൾക്ക് ഫ്രഷായ ഐസ് നമ്മുടെ വീട്ടിൽ മാംഗോയോ ഏത് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. ഇത് നല്ല ക്രീമി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയും നല്ല വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.